ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDA സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാകും. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടിക ഉടനെ പ്രഖ്യാപിക്കും. സീറ്റ് വിഭജന ഫോർമുലയിൽ ചർച്ച പൂർത്തിയായെന്ന് ബീഹാർ BJP അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ പറഞ്ഞു. 7 RJD MLA-മാർ BJP-യിൽ 2 ദിവസത്തിനകം ചേരുമെന്നും BJP അധ്യക്ഷൻ അവകാശപ്പെട്ടു. ഇന്നലെ JDU മുൻ MP-യും MLA-യും മറ്റ് 2 നേതാക്കളും RJD-യിൽ ചേർന്നിരുന്നു. ചിരാഗ് പസ്വാൻ ഇന്ന് പ്രത്യേക യോഗം വിളിച്ചിട്ടുണ്ട്. BJP-യുമായുള്ള ചിരാഗിന്റെ സീറ്റ് ധാരണ ഏതാണ്ട് പൂർത്തിയായി. 40 സീറ്റുകൾ ആവശ്യപ്പെട്ട LJPക്ക് 26 സീറ്റുകൾ ലഭിക്കുമെന്നാണ് സൂചന. ചിരാഗിന് കേന്ദ്രത്തിൽ പ്രധാന വകുപ്പും ഒരു രാജ്യസഭാ സീറ്റ് കൂടുതലായും ലഭിച്ചേക്കാം. കേന്ദ്രമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച 15 സീറ്റ് ആവശ്യപ്പെട്ടു. 7 സീറ്റ് നൽകാൻ ധാരണയായി. സീറ്റ് വിഭജന ഫോർമുലയിൽ ചർച്ച പൂർത്തിയായെന്ന് ബീഹാർ BJP അധ്യക്ഷൻ ദിലീപ് ജയ്സ്വാൾ വ്യക്തമാക്കി. നിതീഷ് കുമാറിന്റെ JDU 102 സീറ്റുകളിലും BJP 101 സീറ്റുകളിലും ഉപേന്ദ്ര കുശ്വാഹയുടെ 7 സീറ്റുകളിലും മത്സരിക്കുമെന്നാണ് റിപ്പോർട്ട്. അതിനിടെ നിതീഷിന് തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്നലെ JDU മുൻ MP-യും MLA-യും RJD-യിൽ ചേർന്നിരുന്നു. മുൻ MP സന്തോഷ് കുശ്വാഹ, മുൻ MLA രാഹുൽ ശർമ്മ എന്നിവരടക്കം 4 നേതാക്കളാണ് RJD-യിൽ ചേർന്നത്. എന്നാൽ 2 RJD MLA-മാരും രാജിവെച്ചു. കൈമൂർ ജില്ലയിൽ നിന്നുള്ള MLA-മാരായ ഇവർ NDA സഖ്യത്തിനൊപ്പം ചേരും. 2024 ഫെബ്രുവരിയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ ഇരുവരും നിതീഷിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ RJD അന്ന് അച്ചടക്ക നടപടി എടുത്തിരുന്നില്ല. ഇന്ത്യ സഖ്യ സീറ്റ് ചർച്ചകൾ തുടരുന്നതിനിടെ ഘടകകക്ഷിയായ CPM 2 സീറ്റിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. സരൺ ജില്ലയിലെ മാഞ്ചിയിലും സമഷ്ടിപൂർ ജില്ലയിലെ ബിഭൂതിപൂരിലുമാണ് സ്ഥാനാർത്ഥികളായത്. RJDക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങളാണിത്. 4 സീറ്റിലാണ് 2020-ൽ CPM മത്സരിച്ചത്. 2 സീറ്റിൽ വിജയിക്കുകയും ചെയ്തു. 138 സീറ്റിൽ RJDയും 52 സീറ്റിൽ കോൺഗ്രസും 35 സീറ്റിൽ ഇടതു പാർട്ടികളും മത്സരിക്കാനാണ് സാധ്യത. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.